ഒന്ന്. പിന്നെ ഒന്ന് ഈ തന്തയില്ലാത്ത ചേറ്റ പട്ടി നാറി ചേറ്റ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും, പിന്നെ മോളെ ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക് ആ സർജറി കാണണം. ഞാൻ എന്നാ കാണിച്ചോന്ന് പറഞ്ഞത്. ഏരപ്പേ, നിന്നോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? നീ എന്നോട് എപ്പോഴാണ് ചോദിച്ചത് മോക്ക് കാണണം? അപ്പൊ ഞാൻ നിന്നോട് കാണണം പറഞ്ഞോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് ഒറ്റ തന്തയുള്ളൂ, കെ ആർ രാജേഷ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്നാ നിങ്ങള്, എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ സർജറി ചെയ്തത് ഡൗൺ ആണോ പിന്നെ ബ്രസ്റ്റ് ആണോ എന്ന് എനിക്ക് സർജറി ചെയ്ത് എനിക്ക് അറിയില്ല, എനിക്കൊന്ന് കാണണം, ഞാൻ പറയില്ല ഒരിക്കലും. ഈ മോതിരി തോന്നിയ സാറിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ, പെണ്ണുങ്ങളായ തന്റെ ഇടം വേണം. അല്ലാണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് കുറെ ബൾഗറായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് റീച്ച് ഉണ്ടാക്കിയാൽ പോരാ. ഇങ്ങനെ പ്രതികരിക്കണം. പ്രതികരിച്ച തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോണിൽ മാത്രം വന്നിട്ട് കുറച്ച് നേരത്തേക്ക് പ്രതികരിച്ചിട്ട് പോലെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇവിടെ പ്രതികരിക്കുന്നില്ലേ, അത് തന്നെ നമ്മുടെ ജീവിതത്തിലും ഡയറക്റ്റ് നമ്മൾ പ്രതികരിക്കണം. ഓക്കെ. പിന്നെ കുട്ടി പറയുന്നുണ്ടായിരുന്നു, എന്താ പറയുക, എൻ്റെ വീഡിയോ കുട്ടികൾ കാണരുത്. ബട്ട് കുട്ടികൾ കാണും. അപ്പൊ അതനുസരിച്ച് ഒരു ലിമിറ്റ് വെക്കുക സംസാരത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏത് കുട്ടിയെ കാണരുതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുട്ടിയെ ഞാൻ കാണരുത്. അപ്പൊ കാണരുതെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കാണാനുള്ള ഒരു ടെൻഡൻസി കൂടത്തേ ഉള്ളൂ. അപ്പൊ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇപ്പം കുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നതുകൊണ്ട് കുട്ടി ഡയറക്റ്റ് എല്ലാം വിളിച്ച് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണല്ലേ. അപ്പൊ വലിയവരാവട്ടെ ചെറിയവരാവട്ടെ പഠിക്കുന്ന പിള്ളേരാവട്ടെ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് സംസാരിക്കാം. പിന്നെ ഈ ജാസി ഫ്രോഡാന്നും ആഷി ഫ്രോഡാന്നും ലോകത്തെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കാരണം നമ്മൾ പ്രതികരിക്കുന്നതൊക്കെ ഓക്കെ, അത് കുറച്ച് കൺട്രോൾ ചെയ്ത് വേണം പ്രതികരിക്കാൻ. ഓക്കെ. അപ്പം ശരി. എന്നാ എന്താ പറയുക, ഇപ്പം ഇങ്ങനെ ഒരേ ആൾക്കാർ ഇങ്ങനെ പ്രതികരിച്ച് വരുന്നുണ്ട്. പെണ്ണെന്നോ ആണെന്നോ ഉള്ളൊരു വ്യത്യാസം എവിടെയും വെക്കരുത്. നമ്മളെ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയണം. അത് എവിടെയാണേലും ഏത് പ്രതിസന്ധി അല്ലാണ്ട്. ഇങ്ങനെ ഈ കുട്ടി വരുന്ന പോലെ നല്ല ആക്റ്റീവായിട്ട് വരാൻ നോക്കുക. ഓക്കെ, ബൈ.